നോക്കി എന്തോ ഇങ്ങനെ ഇളകുന്ന പോലെ തോന്നി. ഇപ്പം നോക്കി മൈക്ക് 2 കഷ്ണമായിട്ടിരിക്കുക. എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, ഈ പാട്ട് പാടുന്നവർ ഐസ്ക്രീം കഴിച്ച പോലത്തുണ്ടോ? ഏറ്റവും കൂടുതൽ വിറച്ചത് ഞാനായിരുന്നു. എനിക്ക് കാലൊക്കെ പണ്ടത്തെ ട്രാൻസ്പോർട്ട് ഹൗസ് പോലെ ഇരിക്കും. So the 11th question, 11ാമത്തെ question ആണ്, where should I worship? എവിടെയാണ് ഞാൻ വർഷിപ്പ് ചെയ്യേണ്ടത്? വർഷിപ്പ് ചെയ്യേണ്ടത് നമുക്ക് ബസ് സ്റ്റോപ്പിൽ നിന്ന് വർഷിപ്പ് ചെയ്യാം. Okay. We can worship God in every breath. Because നമുക്കങ്ങനെ ഇന്ന സ്ഥലമെന്നോ അങ്ങനെ ഇന്ന മുറിയെന്നോ അങ്ങനെയൊന്നുമില്ല. അതെല്ലാം നല്ല 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 മുറികളും നല്ല നല്ല ഹാളുകളും നല്ല നല്ല ലൈറ്റിങ്ങും എല്ലാം നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാകാനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ചില സിറ്റുവേഷൻസിൽ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ ആലപ്പുഴയിലുള്ള ഒരു സഭയിൽ പണ്ട് ഞാൻ പോയപ്പോൾ ഞാനിങ്ങനെ മൈക്കെടുത്ത് കൈ പിടിച്ചു. അപ്പം മൈക്ക് എന്തോ ഇങ്ങനെ ഇളകുന്ന പോലെ തോന്നി. അപ്പോൾ നോക്കി മൈക്ക് 2 കഷ്ണമായിട്ടിരിക്കുക. പക്ഷേ മൈക്ക് 2 കഷ്ണമായിട്ടിരുന്നെങ്കിലും അവിടെ വലിയ സൗണ്ടൊന്നും ഇല്ലായിരുന്നെങ്കിലും എല്ലാം പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ അത് ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ ദൈവം നമ്മളെ സഹായിക്കും. പക്ഷേ പൈസ കൊണ്ട് നല്ല സാധനം വാങ്ങിക്കത്തില്ല. നല്ല സാധനം വാങ്ങിച്ചാലും നല്ല ആൾക്കാരെ ഉപയോഗിച്ച് അത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് അത് ഒരു നല്ല രീതിയിൽ അങ്ങനെ അത് ഡിസോണറിങ് ഗോഡാണ്, അത് തോന്നിവാസമാണ്. അപ്പോൾ ഇൻറ്റേർണൽ വേർഷിപ്പ് ബ്യൂട്ടിഫുൾ ആണെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ വേർഷിപ്പും ബ്യൂട്ടിഫൈ ചെയ്യാൻ നോക്കും. പക്ഷേ അപ്പോൾ തന്നെ അതിന് മറുവശമുണ്ട്. എക്സ്റ്റേണൽ വേർഷിപ്പ് ബ്യൂട്ടിഫൈ ചെയ്തിട്ട് ഇൻറ്റേർണൽ വേർഷിപ്പ് ആ ദൈവമായിട്ട് ലിങ്കില്ലാണ്ട് ചെയ്താൽ വേർഷിപ്പ് ഫേക്കായി പോകും. വി വേർഷിപ്പ് ഇൻ വെയിൻ ഇഫ് അവർ ഹാർട്ട് ഇസ് നോട്ട് വേർഷിപ്പിംഗ്. Okay, great. Okay, so the 12th question, how do you think worship would be different on heaven than on earth? എങ്ങനെയായിരിക്കും സ്വർഗത്തിലെ ആരാധന ഇവിടുത്തെ ആരാധന വെച്ച് നോക്കുമ്പോൾ? Worship in heaven is uncomparable, but worship on earth is about tuning ourselves in the frequency of the heavenly worship. Heavenly worship 24 hours 365 days ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. The whole heaven is consist in worship and the spirit of worshiping God in spirit and truth. അതിൻ്റെ ഫുൾ ഫ്ലെജ്ഡ് ഫോം അവിടെയാണ് നടക്കുന്നത്. അവനെ മുഖാമുഖമായിട്ട് കാണാം. ഇവിടെ നമ്മൾ അന്വേഷിച്ച് ട്യൂണൊക്കെ ചെയ്ത് ഹൃദയമൊക്കെ റെഡിയാക്കി ഗിൽറ്റെല്ലാം കളയാൻ യേശുവിൻ്റെ രക്തമൊക്കെ ഹൃദയത്തിൽ തളിച്ച് കുറേ ദൈവമായിട്ട് ഒരു നിരപ്പിൽ വന്നാലേ കർത്താവിൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റുള്ളൂ. മറ്റേത് ഇങ്ങനെ മുമ്പിൽ നിൽക്കുക കർത്താവ്. So that's very different. And we are so much waiting for that. Yes. Okay, so the 13th question ആണ്, how do you prepare for a worship session? So for me, there are times that you really need to prepare musically. പിന്നെ നമ്മൾ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഒരു സെഷൻ ടൈമാണ് പറയുന്നതെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ പറ്റണം. ഉറക്കം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 8 മണിക്കൂർ ഉറങ്ങണമെങ്കിൽ നമ്മൾ 9 മണിക്കൂറെങ്കിലും കിടക്കണം. 1 മണിക്കൂറെങ്കിലും എടുക്കും ആ ഡീപ്പർ സ്ലീപ്പിനകത്തോട്ടൊക്കെ പോകാനായിട്ട്. അപ്പോൾ അത് 8 മണിക്കൂർ 9 മണിക്കൂർ കിടക്കാനായിട്ട് നമ്മൾ മനഃപൂർവ്വം സമയം ഒരുക്കണം. പിന്നെ we need to foresee the session and intercede for the people. Amen. Because worship is a bridging process. Then worship is vertical and horizontal. അപ്പോൾ നമുക്ക് തന്നെ ദൈവമായിട്ട് നല്ല കണക്ഷൻ വേണം. തന്നെയല്ല നമ്മൾ ആ കണക്ഷനിൽ നിൽക്കുന്ന ഉടനെ that reflection of His glory will be radiating from our face, from our voice, from our body language, from the thoughts we share, from the prayers we do, from the songs we sing. People
വിൽ സീ യേശുവ, വി ആർ ക്ലോത്ത്ഡ് വിത്ത് യേശുവ എന്ന രീതിയിൽ അവർക്ക് നമ്മളെ കാണുന്ന ഉടനെ ആൾക്കാർക്ക് യേശുവിനെ കാണാൻ പറ്റിയ യേശുവിനെ ആരാധിക്കും. അല്ലെങ്കിൽ നമ്മളായിരിക്കും അവിടെ ഒബ്ജക്റ്റ് ഓഫ് വേർഷിപ്പായി മാറുന്നത്. ഇപ്പോൾ സാധാരണ ഇപ്പം ഞങ്ങളൊക്കെ ഒരുപാട് സെക്യുലർ പ്രോഗ്രാംസ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. മീൻസ് ലൈക്ക് 50,000 people, 25,000 people, അങ്ങനെ ബിഗസ്റ്റ് ഷോസ് ഞങ്ങളുടെ ചെറുപ്പകാലത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റേജിൽ വരുന്ന ഉടനെ എനിക്ക് എത്ര കഴിവുണ്ടെന്ന് കാണിക്കാനാണ് നോക്കുന്നത്. ലുക്ക് അറ്റ് മീ എന്നാണ് പറയുന്നത്. പക്ഷേ വേർഷിപ്പ് ലീഡർ ഇസ് സേയിങ് ലുക്ക് അറ്റ് ഹിം ബിക്കോസ് ഐ ആം ഫിക്സിങ് മൈ ഐസ് ഓൺ ഹിം. സോ ഇഫ് ഐ ആം ഫിക്സിങ് മൈ ഐസ് ഓൺ ഹിം, ഇഫ് ഐ ആം reconciled with the Lord, if I am preparing my heart to worship, that will inspire everyone else to see the Lord, to fix their eyes on the Lord, focus on the Lord. So distractions ഒക്കെ പോയിട്ട് they will seek the glory of the Lord. ട്രാവലങ്ങൾ നോക്കുവാണെങ്കിൽ ഹി ഹാസ് ദിസ് ഫൈൽ വിത്ത് ഹിം, ഒരു യെല്ലോ ഫൈൽ, എന്താ പറയുക, കുറേ സോങ്സ് ഒക്കെ ഉള്ളത്. സോ യു ഈവൻ പ്രിപ്പയർ ദ സോങ്സ് അല്ലേ, ഏതൊക്കെയാണെന്ന്? നോട്ട് എവറി സോങ്സ്, ചിലതെങ്കിലും ഫ്ലോയിൽ പോകും. പക്ഷേ ഒരു റഫ് ഐഡിയ ഉണ്ട്, ഒരു റഫ് ഐഡിയ വേണം. ഒരു സോങ് ലിസ്റ്റ് നമ്മുടെ കയ്യിൽ വേണം. ഒരു കോൺസേർട്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും വേണം. എൻ്റെ ബാൻഡൊക്കെ കൽക്കട്ടയിലൊക്കെ ഞങ്ങൾ രാത്രി 8 മണിക്ക് തുടങ്ങിയിട്ട് നിർത്തുന്നത് 2:30-3 മണിയൊക്കെ ആകുമ്പോഴാണ്. അതിൻ്റെ ഇടയിൽ 2 ബ്രേക്കുണ്ട്. അരമണിക്കൂർ ഒക്കെ ഉള്ള 1/4 മണിക്കൂറൊക്കെ വരുന്ന ബ്രേക്കായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഐഡിയ വേണം. നമുക്ക് ഇത്രയും സമയം ഉറങ്ങണം, വെള്ളം ഇഷ്ടം പോലെ കുടിക്കണം. That is actually the next question. So do you follow any daily routine to take care of your voice, like daily routine എന്ന് പറഞ്ഞാൽ water ചിലർ അങ്ങനെയൊക്കെ കുടിക്കും. തണുപ്പുള്ളത് എനിക്ക് പറ്റത്തില്ല, ചിലർക്ക് കുഴപ്പമില്ല. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഈ പാട്ട് പാടുന്ന ഒരു ഐസ്ക്രീം കഴിച്ചാൽ കുഴപ്പമുണ്ടോ? ഞാൻ ഐസ്ക്രീം കഴിക്കാറുണ്ട്, എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഭയങ്കര ചിൽഡ് ആയിട്ടുള്ളത് കഴിക്കത്തില്ല. ഐ വിൽ വെയിറ്റ്, അതൊന്ന് മെൽറ്റ് ആകാനായിട്ട് വെയിറ്റ് ചെയ്തിട്ട് പതുക്കെ കഴിക്കത്തുള്ളൂ. പിന്നെ അത് ഡിപ്പെൻഡ്സ് ഓൺ ഓരോരുത്തരുടെ വോക്കൽ ഹെൽത്തിന് എന്താ പറ്റുന്നത്, എന്താ പറ്റാത്തത്. ഇപ്പം ചിലർക്ക് തലയിൽ എണ്ണ തേച്ചാൽ നല്ലതാണ്. എനിക്ക് തലയിൽ എണ്ണ തേച്ചാൽ എനിക്ക് പിറ്റേ ദിവസം നീറ്റിളക്കം വരും. Praise the Lord. And we need a lot of voice rest അല്ലേ? വോയിസ് റെസ്റ്റ്, അതായത് മീറ്റിങ്ങിന് മുമ്പ് സംസാരിക്കരുത്, മീറ്റിംഗ് കഴിഞ്ഞ് സംസാരിക്കരുത്, ഫോണിൽ പ്രത്യേകിച്ച് സംസാരിക്കരുത്. പിന്നെ നമുക്ക് സ്ട്രെയിൻ വരാതിരിക്കാൻ നമ്മൾ സൗണ്ട് ചെക്ക് ക്ലിയറായിട്ട് ചെയ്യണം. പിന്നെ കഴിവതും നമുക്ക് നമ്മുടെ തന്നെ ഒരു മൈക്രോഫോൺ കൊണ്ടു കിടക്കാമെങ്കിൽ നല്ലതാണ്. അത് വോക്കൽ ഹെൽത്തിന് ഈ കൊറോണ കാലത്തൊക്കെ ഒത്തിരി നല്ലതാണ്. സാനിറ്റൈസ് ചെയ്യാനായിട്ടൊക്കെ എല്ലാവർക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അല്ലേ തന്നെ ഇത് ഈ മൈക്രോഫോണാണ് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സംഗതി. സോ നമുക്ക് തന്നെ നല്ല ഒരു മൈക്രോഫോൺ, നല്ല ഒരെണ്ണം വാങ്ങിക്കണം. എന്തെങ്കിലും ഒരു മൈക്രോഫോൺ കയ്യിൽ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഗുഡ് വൺ വാട്ട് മാച്ചസ് യുവർ വോയിസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. വെള്ളം കുടിക്കുമ്പോൾ ഓർത്തോണം, 1/2 മണിക്കൂർ പിടിക്കും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നമ്മുടെ സിസ്റ്റത്തിൽ വരാമെന്ന് പറയും. അപ്പോൾ നമ്മൾ വിചാരിക്കും അത് അവിടെ പോയിട്ട് കർണന് കുടിച്ചോളാന്ന് പറഞ്ഞാൽ ബോഡിക്കകത്ത് ഇനഫ് വെള്ളം ഉണ്ടാകത്തില്ല. ഒരു സ്റ്റോറേജ് സിസ്റ്റം നമ്മുടെ ബോഡിയിലുണ്ട്. അപ്പോൾ അത് നമ്മളിങ്ങനെ കറക്റ്റായിട്ടൊന്ന് ഓർത്തിരിക്കണം. അപ്പോൾ തന്നെ ഒരുപാട് വെള്ളം കുടിച്ചാൽ സ്റ്റേജിൽ നിന്ന് ഓടി ടോയ്ലറ്റിൽ പോകേണ്ടി വരും. അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ഗൾപ്പ് കുടിച്ചാൽ മതി എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു ഗൾപ്പ് പലവട്ടം അപ്പോൾ അത് ഇറ്റ് വിൽ ഹൈഡ്രേറ്റ്. സോ അവർ ബോഡി വിൽ ഹാവ് ഇനഫ് വാട്ടർ കണ്ടൻറ്റ്. അപ്പോൾ നമ്മൾ പാടുന്ന ഉടനെ അല്ലെങ്കിൽ മൈക്കിൽ സംസാരിക്കുമ്പോഴെല്ലാം ഒത്തിരി വാട്ടർ കണ്ടൻറ്റ് പുറത്തു പോകും. സോ വി നീഡ് ടു നോ, കോൺഷ്യസ്ലി നോ ദാറ്റ് ഹൗ ടു മെയിൻറ്റെയിൻ the health of the voice.
That's good. That's good. Okay. So the 15th question: Who is your inspiration in worship field? ആരെങ്കിലും ഉണ്ടോ worship field ഇൻസ്പിറേഷൻ ആയിട്ട്? എനിക്ക് പലരെയും ഇൻസ്പിറേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അവരെ ചിലപ്പോൾ അങ്ങനെ വളരെ അടുത്ത് വരുമ്പോഴേക്കും ചിലപ്പോൾ ഇൻസ്പിറേഷൻ പോകാറുമുണ്ട്. പിന്നെ സോ Yeshua is the best inspiration. Amen. He is the greatest worshipper. He worshipped the Father's will. Yeah. That's why he died for us. So പക്ഷേ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും അഡാപ്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. സോ സെലിബ്രേറ്റ് ലൈഫ്. I mean, Okay, great. Okay. So the 16th question: What are the qualities of a true worshipper? True worshipper is always chasing the Lord and uncompromisingly chasing the Lord. Yeah. True worshipper is ready to deny himself. True worshipper is always humble and thankful to the Lord. Okay. A true worshipper will not underestimate others and overestimate himself. സോ അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇപ്പം നമ്മൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റ് വർഷിപ്പ് ലീഡേഴ്സും സ്റ്റേജിലുണ്ടെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജിലും ഐ കോൺടാക്റ്റിലും ഫേഷ്യൽ എക്സ്പ്രഷനിലും വോയിസിലും എല്ലാം ആ ഡൊമീനിയൻ കാണിക്കാനായിട്ടുള്ള ഒരു ത്വര കാണും. അത് സ്പിരിറ്റ് ഓഫ് എക്സലൻസ് ആയിട്ട് വെളിപ്പെടുത്തില്ല ഇഫ് ഹ്യൂമിലിറ്റി ഈസ് നോട്ട് ദെയർ. ഓക്കെ, ഇൻ whatever God has gifted you is there. നാം ആകുന്നത് എല്ലാം കൃപയാലാകുന്നു. ലഭിച്ചതല്ലാതെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു കുന്തവും ദൈവത്തിന് കൊടുക്കാൻ ഇല്ല. സോ അത് നമ്മൾ ട്രൂ വർഷിപ്പേഴ്സ് നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. സോ വി ക്യാൻ പ്ലീസ് ഗാഡ്. Okay, so ഇനി 17th question അല്ലേ? So what is your opinion on heavy metal Christian music? Is it also worship? ചിലർക്ക് ഡൗട്ട് ഉണ്ട് ഈ റോക്ക് ബാൻഡ് and the rap and everything. So is that worship to God? The mood of the music is very important. അപ്പോൾ എല്ലാ സ്റ്റൈൽ ഓഫ് മ്യൂസിക്കിനും അതിൻ്റെ ഒരു അതിൻ്റെ ഒരു കഥയുണ്ട് പുറകിൽ. what is it trying to express? For example, ബ്ലൂസ് എന്ന് പറഞ്ഞ മ്യൂസിക് ആ മ്യൂസിക് അതിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബ്ലാക്ക് സ്ലേവ്സ് തമ്മിൽ സംസാരിച്ച എല്ലാ ദിവസവും വീട്ടിലോട്ട് വന്ന് അല്ലെങ്കിൽ താമസിക്കാൻ വരുന്നിടത്ത് സ്ലേവ്സ് ആയിരിക്കുന്നിടത്ത് വരുമ്പോൾ അവരവരുടെ കഥ പറയുന്നതാണ്. ഇപ്പോൾ സെൽഫ് പിറ്റി ഈസ് ദ മൂഡ്. I've got beaten 150 times today. What about you? അപ്പോൾ മറ്റേ ആൾ പറയും, yeah, I was okay today. But my hand is wounded. Something like that. But it is mood is very important. അപ്പോൾ തന്നെ ഹെവി മെറ്റൽ മ്യൂസിക്കിന് ഒരു ഹൈ എനർജി ഉണ്ട്. പക്ഷേ ദൈവമുൻപാകെ വർഷിപ്പിൽ പ്രൈസിന് എനർജി ഉണ്ട്. വർഷിപ്പ് ഈസ് എ ഡിഫറെൻറ്റ് മൂഡ്. വർഷിപ്പ് ഈസ് മെൽറ്റിംഗ്. സോ ഇഫ് യു ലുക്ക് അറ്റ് ദ മൂഡ് ഓഫ് ദി ഹെവി മെറ്റൽ, ഇറ്റ് ഈസ് ദ പീപ്പിൾ ഹൂ ഡിഡ് ഇറ്റ് ഇൻ ദ സെക്യുലർ ഫീൽഡ്. അതിൻ്റെ മൂഡ് എന്താണെന്ന് വെച്ചാൽ റെബല്യനാണ്. It is against parents, it is talking against governments, systems, teachers, But there are a lot of Christian, rap songs also, right? Yeah, so if you അപ്പോൾ ഇങ്ങനെ ഭയങ്കര റെബല്യസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ പോപ്പുലർ ആയിട്ടുള്ളൊരു മ്യൂസിക് ഫോമുമായിട്ട് അങ്ങനെ അവർ നല്ല ഡീപ്പർ കൺവിക്ഷൻ അബൌട്ട് വാട്ട് യേശുവ ഹാസ് ഡൺ. ട്രൂ വർഷിപ്പേഴ്സ് ഹൂ ആർ ഹെവി മെറ്റൽ ആർട്ടിസ്റ്റുകളായിരുന്നവർ ആ ക്രൗഡിൻ്റെ അടുത്ത് പോകുമ്പോൾ അവരെ റീച്ച് ഔട്ട് ചെയ്യാൻ വേണമെങ്കിൽ അവർക്ക് പാടാം. സോ ദേ വിൽ ഐഡൻറ്റിഫൈ വിത്ത് ദെം. അപ്പോൾ ദേ സേ ലൈക്ക് our message is different, our music is the same. So but I don't think it become worship. It can become ministry.
I personally, even when I was in a secular musician, I used to be very careful about what I am singing. എന്തുവാണ് ഈ പാടുന്നത്, എന്താണിത് പറയുന്നത്. ഇപ്പോൾ വി ഡോണ്ട് നീഡ് നോ എഡ്യൂക്കേഷൻ, പിങ്ക് ഫ്ലോയിഡ് എന്ന് പറഞ്ഞ ബാൻഡിൻ്റെ പാട്ടാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ആവശ്യമുണ്ട്. ഐ മീൻ ഇത് പാടിയതാരാ, മോസ്റ്റ് എഡ്യൂക്കേറ്റഡ് എൻജിനീയേഴ്സാണ് പാടുന്നത്. വി ഡോണ്ട് നീഡ് നോ എഡ്യൂക്കേഷൻ. അപ്പോൾ ഇവിടുത്തെ പൊട്ടന്മാർ ഇത് എടുത്ത് പാടിയിട്ട് പഠിക്കാതിരിക്കും. ഐ മീൻ ഡിഗ്രി എടുക്കാതിരിക്കും. അവർ തോറ്റ് തൊപ്പിയിട്ട് കിടക്കും. എന്നിട്ട് ജീവിതത്തിൽ വലിയ ഫെയിലിയർ ഉണ്ടാവും. അപ്പോഴും പാടും വി ഡോണ്ട് നീഡ് നോ എഡ്യൂക്കേഷൻ. അപ്പോൾ അത് മാനസിക രോഗമായി മാറുന്നതാണ് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ കാര്യങ്ങളുണ്ടാകും. സോ വി നീഡ് ടു നോ വേർ ടു അപ്ലൈ. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ചേർച്ചിനകത്തോട്ട് കൊണ്ടുവന്നിട്ട് ഇത് പാടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ചേർച്ചിനകത്തോട്ട് എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അഭിപ്രായത്തിൽ പറ്റത്തില്ല. ഐ മീൻ പക്ഷേ ടു റീച്ച് ഔട്ട് ടു ദാറ്റ് ഓഡിയൻസ്, ഇഫ് യു ഗോ ദെയർ ടു ദാറ്റ് സ്പെസിഫിക് audience, so it's kind of a ministry. It can use it for ministry. Yeah, അങ്ങനെ ചെയ്യാറുണ്ട്. Okay, great. Okay, so the 18th question, how much does instruments or instrumentalist play a role in worship? എത്രത്തോളം നമ്മുടെ ഇൻസ്ട്രുമെന്റ്സും ഇൻസ്ട്രുമെന്റലിസ്റ്റും ഈ ഹാർട്ട് ഓഫ് വർഷിപ്പ് എന്നുള്ളതും അത് ഇൻസ്ട്രുമെന്റലിസ്റ്റും സിംഗറും തമ്മിൽ ദൈവസന്നിധിയിൽ വ്യത്യാസം ഒന്നും ഇല്ല എന്നുള്ളതാണ്. The instrument is like saying amen to the singer's song, words, thoughts. അപ്പോൾ അത് എക്സ്പ്രഷൻസ് ആണ്. അപ്പോൾ അത് എക്സ്പ്രഷൻസ് ആയിട്ട് ബ്യൂട്ടിഫൈ ചെയ്യപ്പെട്ട് വരുമ്പോഴേക്കും അതാണ് നമ്മൾ സോളമൻ്റെ ടെമ്പിളിനകത്ത് നമ്മൾ വായിക്കുന്നത്. ജനം പാടുകയും അവിടെ 600 പാട്ടുകാർക്ക് 4000 മ്യൂസിഷ്യൻസ് ഉണ്ടായിരുന്നു. 4,000 musicians and 600 singers and people. അവരെല്ലാം കൂടി ഒരുമിച്ച് ദൈവനാമം ഉയർത്തിയ സമയത്താണ് ഗ്ലോറി വന്നത്. അപ്പോൾ ഗ്ലോറി വരാനുള്ള ഒരു വേർഷിപ്പ്, ഒരു പ്രൈസ് ഒക്കെ ഉണ്ടാകുന്ന ഉടനെ അതിനകത്ത് ഇൻസ്ട്രുമെൻ്റലിസ്റ്റ് ഇസ് ഓൾസോ എ ബിഗ് ഹ്യൂജ് പാർട്ട് ഓഫ് ഇറ്റ്. ബിക്കോസ് അതും ആറ്റിറ്റ്യൂഡാണ്, സൗണ്ട് ഓഫ് വേർഷിപ്പ്, ആറ്റിറ്റ്യൂഡ് ഓഫ് വേർഷിപ്പ്. അപ്പോൾ ആ സൗണ്ടിന് അതാണ് മൂഡ്. ഇറ്റ് ക്രിയേറ്റ്സ് എ മൂഡ്, ദ മൂഡ് ഓഫ് വേർഷിപ്പ്. ഇപ്പോൾ നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കീബോർഡ് വായിക്കുന്നുണ്ട്. അപ്പോൾ ആ കീബോർഡ് ഒരു നല്ല മൂഡ് ഇത് പറയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഐ മീൻ അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു മൂഡായിരിക്കും. അപ്പോൾ ഇൻസ്ട്രുമെൻ്റലിസ്റ്റ് ഓൾസോ ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദി എക്സലൻസ് is very important. The skill is very important. But the instrumentalist need a heart of worship, even though he is skillful. Otherwise നമ്മൾ man's glory ആയിരിക്കും വെളിപ്പെടുത്തുന്നത്. We will not be reflecting the glory of Christ. It becomes a performance. And so people will look at you and then worship becomes a gig with no sacrifice. Awesome. Okay, so the 19th question. Okay, ഇത് എനിക്ക് ശരിക്കും ചോദിക്കണം. Do you feel nervous before a worship session, or if so, how do you manage it? Yeah, I mean, others nervousness വരുന്നത്, എനിക്ക് nervousness വരുന്നത് ഒരു കാര്യം ടെക്നിക്കൽ സ്റ്റാഫ് ഓൺ സ്റ്റേജ്. ഇപ്പം എനിക്ക് കറക്റ്റ് മോണിറ്ററിങ് അല്ല, അതിൻ്റെ EQing ഒക്കെ വോയിസിൻ്റെ ഇഫക്റ്റും എല്ലാം കറക്റ്റായില്ലെങ്കിൽ എനിക്ക് സ്ട്രെയിൻ ഉണ്ടാവും. എനിക്കിപ്പോൾ പണ്ടത്തെ പോലെ ഒട്ടും പറ്റുന്നില്ല. ഐ നീഡ് ദ ബെസ്റ്റ് അപ്പോൾ എല്ലാം ടോപ്പ് എക്വിപ്മെൻ്റ് എടുത്തതുകൊണ്ട് എല്ലാം നന്നാവണം നിർബന്ധമില്ല. നല്ല എൻജിനീയർ അല്ലെങ്കിൽ എൻജിനീയർ പ്ലേസ് എ മേജർ റോൾ. സോ സൗണ്ട് എൻജിനീയർ ഈസ് പണ്ടത്തെ തങ്കച്ചൻ ലൈറ്റ് ആൻഡ് സൗണ്ട് എന്ന് പറയുന്ന പോലെ അങ്ങനെയൊന്നുമല്ല. it is they play a major role to enable us to experience the God's presence. So ഈ വക കാര്യങ്ങളെല്ലാം കൂടി ഒത്തുവന്ന എത്ര മീറ്റിങ്സിൽ അങ്ങനെ എല്ലാം ഒത്തുവന്നതുണ്ടെന്ന് ചോദിച്ചാൽ വളരെ കുറവാണ്. പക്ഷേ ചെറിയ മീറ്റിങ്സ് അധികം ആൾക്കാരില്ല. പക്ഷേ എല്ലാം ഒത്തുവന്ന, വലിയ എക്വിപ്മെൻ്റ് ഒന്നുമില്ല, എന്നിട്ടും എല്ലാം ഒത്തുവന്നിട്ട് നമുക്ക് വളരെ സന്തോഷമായ ഒരുപാട് മീറ്റിങ്സ് ഉണ്ട്. അപ്പോൾ എന്താണ്, വാട്ട് ഡു യു എക്സ്പെക്റ്റ് വെൻ യു ഗോ ഓൺ സ്റ്റേജ്? എന്ത് സംഭവിക്കും അറിയത്തില്ല. സോ ആ ടെൻഷൻ എപ്പോഴും ഉണ്ട്, എങ്ങനെ ഇരിക്കും.
we can completely see God and pray. Amen. Let all things to flow well and we Yeah. rest in the Lord. And സ്റ്റേജിൽ വെച്ച് ഇനി എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടായാൽ തന്നെ we are fragile human പണ്ടൊക്കെ beings. ഇങ്ങനെ മൈക്ക് പിടിക്കുമ്പോൾ പേടിയുണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു പണ്ട്? Like, പണ്ട് you know, the early ages. ഏറ്റവും കൂടുതൽ വിറച്ചത് ഞാനായിരുന്നിരിക്കും. അമ്മേൻ കാലൊക്കെ ഇങ്ങനെ പണ്ടത്തെ ട്രാൻസ്പോർട്ടേഴ്സ് പോലെ ഇരിക്കും. പക്ഷെ പിന്നീട് we need to know how to rest in the Lord. Amen. കർത്താവ് എല്ലാ വർക്കും ചെയ്തിട്ട് റെസ്റ്റ് ചെയ്തു. Yeah. അപ്പം ദൈവം നമുക്ക് ഏത് സാഹചര്യത്തിലും എല്ലാ സിറ്റുവേഷൻസും ഇങ്ങനെ തിരിക്കാനായിട്ട് കർത്താവിന് പറ്റും. സോ അപ്പോൾ ചില സ്ഥലത്ത് നമ്മൾ പരാജയപ്പെടുവാണെങ്കിൽ വിജയിക്കാൻ നമ്മൾ എക്സ്ട്രാ ഒന്നും ഇട്ട് വിജയിപ്പിക്കരുത്. അതിനകത്ത് നമ്മൾ പരാജയമാണെന്ന് അങ്ങ് സമ്മതിച്ചാൽ മതി. അത് വിജയിപ്പിക്കാൻ വേണ്ടി കുറച്ച് ഊംഫൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും അത് കുളമാകാനേ സാധ്യത. അവിടെ നമ്മൾ ഓക്കെ ഇന്ന് പറ്റിയില്ല, ഓക്കെ ദൈവമേ വേറൊരു അവസരം താ. പക്ഷേ ഇങ്ങനെ തെറ്റിപ്പോകാതിരിക്കാൻ, ഇങ്ങനെ കുളമാകാതിരിക്കാൻ, ഫെയിലിയർ ഉണ്ടാകാതിരിക്കാൻ പ്രൊആക്റ്റീവായിട്ട് നമ്മൾ വി ക്യാൻ പ്രേ for the session, for every wire, every moment, every word we speak, every song we sing, and the people who hear it, the sound engineering part, the voltage fluctuation ഇല്ലാണ്ടിരിക്കാൻ, ലൈറ്റിങ് കറക്റ്റായിരിക്കാൻ, യേശു വെളിപ്പെടാൻ, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടാൻ, ഏഞ്ചൽസ് ഇറങ്ങി വരാൻ, രോഗികൾ സൗഖ്യമാകാൻ, പാപികൾ മാനസാന്തരപ്പെടാൻ, യഥാസ്ഥാനപ്പെടേണ്ടവർ യഥാസ്ഥാനപ്പെടാൻ, നമ്മൾ തന്നെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതിരിക്കാൻ, നമുക്ക് തന്നെ എല്ലാം സെൻസ് ചെയ്യാൻ. കാരണം ചിലപ്പോൾ കർത്താവ് മിണ്ടായിരിക്കും, പക്ഷെ ആ മിണ്ടാതിരിക്കുന്നത് ഒരു ലാംഗ്വേജാണ്. ഗെത്സമനയിൽ യേശു പോയപ്പോൾ യേശുക്കാരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കർത്താവ് പിതാവ് മിണ്ടിയില്ല. പക്ഷേ ഇറ്റ് വാസ് എ ലാംഗ്വേജ്. യു വെന്റ് ദെയർ ടു സേവ് പീപ്പിൾ ത്രൂ യുവർ ഡെത്ത്. അതാണ് പിതാവ് റിമൈൻഡ് ചെയ്തത്. അപ്പോൾ അത് കർത്താവ് പറഞ്ഞു, അത് നോട്ട് മൈ വിൽ ദാറ്റ് യുവർ വിൽ ബി ഡൺ എന്ന് പറഞ്ഞപ്പോൾ ദൂതൻ ഇറങ്ങി വന്നു തന്നെ തൻ്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തി. ശക്തിപ്പെടുത്തിയെങ്കിലും ലൂക്കോസ് എഴുതി രക്തം ഉയർത്തു. പക്ഷേ ദെൻ ഹി റോസ് അപ്പ് ഫ്രം ദെയർ ആൻഡ് വാസ് റെഡി. He was strengthened in his spirit. Amen. To sacrifice his body on our behalf. Yeah. Okay, so our last question എത്തിയിരിക്കുകയാണ്. Okay, so what is the message you want to give to the new or the upcoming generation about worship? Be serious about seeking the Lord. And don't try to please your parents or your pastor. You please the Lord. Amen. So that you will be honoring your pastors, your leaders, your parents, your elders. So be serious about your prayer life. I will say, to lead 10 minutes of worship, you need to at least pray 3 hours. Before you even lead worship, നമ്മുടെ മുറിയിൽ തന്നെ ഇരുന്ന് നമ്മൾ തന്നെ ഇരുന്ന് പെർഫോമൻസ് നന്നാകാൻ വേണ്ടിയല്ല. Seeking the will of God, asking God to prepare you. Because നമ്മൾ പെർഫെക്റ്റ് ആൾക്കാരല്ല. I am not impressed with my own perfection. When I look at myself, oh no, hey. That's why I worship. Because through worship, through God-pleasing worship, God will conform us to the image of His Son. So we can grow deeply rooted in Christ, the greatest worshipper of the Father. So we can imitate Christ through worship. Through the act of worship only there is transformation. ഒരു പള്ളിയിൽ പോയിരുന്നത് കൊണ്ടോ, അതിപ്പോൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ, ഒരു കാർ ഷെഡിൽ കസരയിട്ടിരുന്ന കാറാകത്തില്ല. So you need to go to the factory. Amen. So I want to tell the audience, basically those who are upcoming worshippers, be serious about your music, but be more serious about your intimacy with the Lord. Amen. And
So it's a constant process. I mean, every day might not be a perfect day, but He is an awesome God. He is able to consecrate our spirit, soul, and body to become complete and perfect, and He is able to preserve us for the second coming of Jesus. So, be in that upward pull, and don't be disappointed with, okay, last time I made a mistake, will I make a mistake? Don't worry. I mean, we all make mistakes. Yeah. I mean, I still make mistakes. I mean, a lot of mistakes. I'm still, correcting myself. We all need to correct ourselves because a lot of things have gone defective from the first Adam's fall. Yeah. So worship is a process that will enable us to rebuild. God will rebuild us, Amen. and we'll be perfect someday. Awesome. So നമ്മുടെ 20 questions നമ്മൾ ആൻസർ ചെയ്തേക്കാണ്. എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞൂടെ ട്രാവലിംഗ്. It's just amazing. We got new revelations from him, and how can we be an authentic worshipper. അത് ശരിക്കും മനസ്സിലായി. ആൻഡ് ത്രൂ ഹിസ് പേഴ്സണൽ ലൈഫ് എങ്ങനെയാണ് ട്രാവനങ്ങളും വർഷിപ്പ് ലീഡ് ചെയ്യണതും, ആൻഡ് ഹൂ ഇസ് എ ട്രൂ വർഷിപ്പർ ഓഫ് ഗോഡ് എല്ലാം പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് എൻ ഓണർ ആൻഡ് എ പ്ലഷർ ടു ഹാവ് യു with me today. And so I believe that God is going to use you more mightily, and a lot of songs are going to come, and through that many are going to be blessed. So thank you so much. We love you so much. And he's my dad's best friend, and I am also his best friend. Okay, so so stay tuned for more videos. Thank you so much, guys. Love you a lot. Thank God you. bless. Amen.